ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹിമാലയം, ടോട്ടൽ ഫോയും, മണി ചെയിനുകളും സോളാറും ഹൈറീച്ചും ഒക്കെയായി മലയാളികളുടെ പണം ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. ചില്ലറ കാശൊന്നുമല്ല, എല്ലാം 100ഉം 1000ഉം കോടികളാണ്. കണക്കെടുത്താൽ ഇപ്പോഴും അത് അജ്ഞാതമാണ്. ഓഫറുണ്ടെന്ന് കേട്ടാൽ ആർത്തിരച്ചെത്തുന്ന മലയാളിക്ക് ഇപ്പോഴും സാമ്പത്തിക സാക്ഷരത സ്വന്തമാക്കാനായിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വരെ കുടുങ്ങുന്ന തട്ടിപ്പുകൾക്കിടയിലേക്കാണ് പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ട പാതിവില തട്ടിപ്പ് വരുന്നത്. വിശ്വാസത്തിനായി മുൻനിർത്തിയത് മോദി മുതൽ താഴെത്തട്ട് വരെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ മാത്രമല്ല എന്നത് ഓരോ ദിവസം ചെല്ലുംതോറും വ്യക്തമാവുന്നുണ്ട്. ഫീസ് ഇനത്തിൽ 40 ലക്ഷം വാങ്ങിയെന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കൂട്ടുപ്രതിയാണ്. BJP നേതാവ് AN രാധാകൃഷ്ണൻ പലവഴിക്ക് തലയൂരാൻ ശ്രമിക്കുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും തട്ടിപ്പിന്റെ വലയിൽ വീണവർ നിരവധിയാണ്. ചോദ്യമിതാണ്, അനന്തു ശൃംഖലയിൽ ആരൊക്കെ? ചർച്ചയിൽ നിലവിലുള്ളത് പരാതിക്കാരിയായ അനിലയാണ്. പ്രമീള ഗിരീഷ് കുമാർ, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി ട്രഷറർ, അവരും പരാതിക്കാരിയാണ്. ചർച്ചയിലെത്തും. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിനെയും പ്രതീക്ഷിക്കുന്നു. V വസീഫ് CPM പ്രതിനിധിയുണ്ട്. KM ആന്റണി, റിട്ടയർഡ് SP. ആദ്യം ഞാൻ അനിലയിലേക്ക് പോകുന്നു. അനില പരാതിക്കാരിയാണല്ലോ. അനില, പരാതി നൽകാനിടയായ സാഹചര്യം എന്താണ്? അനന്തു അറസ്റ്റിലായ ശേഷം നൽകിയ പരാതിയാണോ? എന്താണ് പറയാനാവുന്നത്? നമ്മൾ അനന്ത് പരാതി അറസ്റ്റിലായ സമയത്ത് തന്നെയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മൾ കുറേ തവണ പരാതി കൊടുക്കുന്നവരോട് പറഞ്ഞിരുന്നു. ഡിസംബർ 28-ന് ലാസ്റ്റ് വണ്ടി തരുമെന്ന് പറഞ്ഞു. അത് കണ്ടില്ല. ലാസ്റ്റ് അവർ ജനുവരി 3-ന് തരുമെന്ന് പറഞ്ഞു. അതും കിട്ടിയില്ല. പിറ്റേ ദിവസം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വെച്ച് നിൽക്കുന്ന ടൈമാണ് ഈ ഒരു വാർത്ത കണ്ടത്. എപ്പോഴാണ് ഈ 60,000 കൊടുത്തത്? പിന്നെ ഒരു 7 മാസത്തോളമായി. ഈ വിളിക്കുമ്പോൾ വണ്ടി തരാത്തതിൽ എന്താണ് പറഞ്ഞിരുന്ന മറുപടി? എന്താണ് അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു. അത് 100 ദിവസമാണ് നമുക്ക് ആദ്യം പറഞ്ഞ ടൈം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ അവർ പറയും ആ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി നോക്കണ്ട, 100 ദിവസം നിങ്ങൾ അതിനു മുമ്പേ നിങ്ങളോട് പറയുന്നില്ലേ, പിന്നെ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവർ നമ്മളോട് ഷൗട്ട് ചെയ്യും. ആരാണ് ഈ ഷൗട്ട് ചെയ്യുന്നത്? അനന്തു കൃഷ്ണൻ നേരിട്ട് സംസാരിക്കാറുണ്ടോ അതോ അങ്ങനെ ഒരു വേറെ ആരെങ്കിലും? പ്രൊമോട്ടർ അല്ലല്ല, നമ്മളെ കോർഡിനേറ്ററായ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴെവിടെയുണ്ട്? മോഹൻ സാർ. അദ്ദേഹം ഇപ്പോഴെവിടെയുണ്ട്? അവര് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ മോഹനെതിരെയാണ് പരാതി ഇപ്പം കൊടുക്കാൻ നിന്നത്. നമ്മൾ പ്രൊമോട്ടർമാർക്കും പിന്നെ കോർഡിനേറ്റർമാർക്കുമാണ് നമ്മൾ പരാതി കൊടുക്കാൻ പോയത്. അപ്പോൾ വളവട്ടം പോലീസ് സ്റ്റേഷനിൽ നമ്മളന്ന് പോയി അവർ പറഞ്ഞ് നമുക്ക് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, അവർ നിങ്ങളെപ്പോലെ നിരപരാധിയാണെന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അവർക്കാണ് പൈസ കൊടുത്തത്. നമുക്ക് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. അവരോട് പറയുമ്പോൾ അവർ പറയുന്നു. അല്ല, ഇതിന് തുടക്കം ഒന്ന് പറയാമോ? അനില ഒറ്റയ്ക്കാണോ ഈ വാഹനം വാങ്ങാൻ തീരുമാനിച്ചത്, അതോ ഈ പ്രൊമോട്ടർ വന്ന് അനിലയെ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് ഒരു വ്യാപകമായ ഒരു പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ടത് എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുകയാണോ ഉണ്ടായത്, അതോ അനില അടക്കം ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് ഈ ഒരു പ്രോജക്റ്റിൽ ചേർന്നതാണോ? അല്ല, ഈ പ്രൊമോട്ടർ എന്നെ സമീപിച്ചതാണ്. ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് എന്നെ സമീപിച്ചത്. കുറേ ദിവസം വിളിച്ചിരുന്നു, എനിക്ക് ലാപ്ടോപ്പ് വേണോ? എനിക്ക് വേണ്ട, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. കുറേ തവണ ചോദിച്ചു. എനിക്കിപ്പം വേണ്ട. എൻ്റെ വേറെ ആരോടക്കല്ലോ ഞാൻ ചോദിച്ചു, ലാപ്ടോപ്പ് ഇങ്ങനെ പകുതി പൈസ കൊടുക്കുന്നുണ്ട് വേണമെന്ന് കുറേ പേരോട് ഞാൻ ചോദിച്ചു, അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടു. അപ്പോൾ ആരും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സ്കീം വന്നത്. 2 വീലർ പകുതി പൈസ കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അതും ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞത് കുറച്ച് ദിവസം. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞ് പകുതി പൈസക്കല്ലേ കിട്ടുന്നത്, എടുത്തുകൂടെ, എനിക്ക് ലാഭമാണ്, എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവർ ഫോട്ടോ അയച്ചു തന്നു. പിന്നെ അവരെ വണ്ടി കാണിച്ചു തന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടും, അത് തീർച്ചയാണ് ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വാക്കിലാണ് നമ്മളിത് കൊടുത്തത്. അനിലയുടെ നാട് എവിടെയാണ്? അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഓണക്കിറ്റ് കിട്ടി. എൻ്റെ നാട് അഴീക്കൽ. ശരി, പറഞ്ഞോളൂ. ഓണക്കിറ്റ് കിട്ടി, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്കൂൾ കിറ്റും കിട്ടി. 3000 രൂപയുടെ ഓണക്കിറ്റ് 1500 രൂപയ്ക്ക് അല്ലേ? 1500 രൂപക്ക് കിട്ടി. അത് കഴിഞ്ഞാണ്, അല്ല അതിന് മുമ്പിലാണ് സ്കൂൾ കിറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഓണക്കിറ്റ് കിട്ടിയത്.
അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു. പിന്നെ കുറേ പേർക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ടൈലർ മെഷീൻ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടിയിട്ട് കണ്ടു. അപ്പൊ അനിലയ്ക്ക് ഈ കിറ്റൊക്കെ ഇത്രയും പാതി വിലയ്ക്ക് കിട്ടുന്ന ഘട്ടത്തിൽ അനിലയും പലരോടും പറഞ്ഞു കാണും അല്ലേ, ചേരൂ ഇത് നല്ലതാണ് എന്ന്? ഒരുപാട് ചേർന്നു. ഞാനും എൻ്റെ പിന്നെ സ്റ്റാഫിനോടും കുറേ ആൾക്കാരോട് പറഞ്ഞു, അവരെയൊക്കെ ചേർത്തു. അവരൊക്കെ ഒന്നും വലിയ സാധനം വാങ്ങിയിട്ടില്ല, ഈ ഓണക്കിറ്റും കാര്യങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. കുറേ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിന് പൈസ കൊടുത്ത അനില മാത്രമാണ്? വാഹനത്തിന് പൈസ ഞാൻ മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പൊ പോലീസിൽ വാഷിംഗ് മെഷീനാണ് കൊടുത്തത്. ശരി, പോലീസിൽ എന്നാണ് പരാതി കൊടുത്തത്? നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആണ് കൊടുത്തത്. അന്ന് രാവിലെ മുതൽ നമ്മൾ കുറേ പേര്, ഒത്തിരി സ്ത്രീകൾ അവിടെ വന്നു. അവരെ കണ്ണീരൊന്നും കാണാൻ പറ്റില്ല, അത്രയും സങ്കടമായിപ്പോയി. നമ്മളവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ടും ഈ പോലീസുകാർക്ക് നമുക്കൊരു നീതിയും കിട്ടിയില്ല. അവർ നമ്മളെ വഴക്ക് പറയുന്നു, നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അവരോട്. അവരിങ്ങോട്ടേക്കാണ് പറയുന്നത്, നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര ഷൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മൺഡേ വീണ്ടും നമ്മൾ കുറേ പേര് പോയി. അത് അവരെ പ്രൊമോട്ടർമാരെയും അവരെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവരവിടെ എത്തിയില്ല. 11 മണിക്ക് അവർ എത്തേണ്ട സമയത്ത് അവരെത്തിയില്ല. നമ്മൾ 10 മണിക്ക് എല്ലാ സ്ത്രീകളും അവിടെ എത്തി. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ഈ പ്രൊമോട്ടർമാർ അവരാരും എത്തിയില്ല. നമ്മൾ പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞിട്ടും അവർ വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ 12:30-1 മണിക്കാണ് പിന്നെ SP ഓഫീസിൽ പോയ മോഹൻ എന്ന് പറഞ്ഞവരും വേറൊരു ബാബു എന്ന് പറഞ്ഞവരും വേറൊരു അനുസരിച്ച് അവരുടെ പേരും അത്ര ഓർമ്മയില്ല, അവരും കൂടി വന്നത്. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള പ്രൊമോട്ടർമാരും കൂടി ഉണ്ട്, അവരും കൂടി വിളിച്ച് വരുത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പോലീസുകാരൻ വിളിച്ചപ്പോൾ ഒരു പ്രൊമോട്ടർ പറഞ്ഞു എനിക്ക് നടുവേദനയാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടു. രണ്ടാമത്തെ പ്രൊമോട്ടറെ വിളിച്ചെടുത്ത് അവർ സമ്മേളനത്തിൽ പോയിട്ടാണ് ഉള്ളത്. 8 മണിക്കെത്തുന്നു, അവരും വന്നില്ല. പിന്നെ ഒരു ലേഡീനെ വിളിച്ച സമയത്ത് അവർ രാവിലെ വിളിച്ചു. അപ്പോൾ അവൻ അവിടെ നിന്നെന്തോ പേടിച്ചിട്ട് നാട് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയി, അവരും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 6:30 വരെ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ എന്താ പറയണ്ടത്, ഭക്ഷണം വരെ കഴിക്കാണ്ടാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. അത്രയും നമുക്ക് പോലീസുകാർക്കൊന്നും ഒരു നീതിയും കിട്ടിയില്ല. അവർ നമ്മളോട് ഷൗട്ട് ചെയ്യുന്ന, അവർക്കെതിരെ പിന്നെ പരാതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ഷൗട്ടായി. ഇന്നിപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് പ്രൊമോട്ടർക്ക് ഇതിൽ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് അല്ലയുടെ വിശ്വാസം. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഈ 5 മാസം മുമ്പിലെ പിന്നെ ഇന്നലത്തെ ഒരു ചാനലിൽ കേട്ടു, ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ഈ ജനുവരി മാസം വീണ്ടും നമുക്കൊരു സ്കീം വന്നത്, ഫോണിൻ്റെ ഒരു സ്കീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ അവരെ അക്കൗണ്ടിലല്ല ഇവർ ക്യാഷ് കൊടുത്ത്, പ്രൊമോട്ടർമാരുടെ കയ്യിൽ ക്യാഷ് കൊടുത്തു. ആ പ്രൊമോട്ടർമാർ കോർഡിനേറ്ററായ മോഹൻ്റെ കയ്യിലാണ് ക്യാഷ് കൊടുത്തു. അവർ സീഡ് സൊസൈറ്റിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അടച്ചിട്ടൊരു റെസീറ്റ് ഇവർ കൈമിൽ കൊടുത്തു. അപ്പോൾ ഞാനതാ ചോദിക്കുന്നത്, ഈ 5 മാസം മുമ്പിലെ ഇവർ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർ വീണ്ടും ഇങ്ങനൊരു സ്കീം തന്നിട്ട് നമ്മൾ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ഇത് മൊത്തത്തിൽ പറ്റിക്കൽ തന്നെയാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം വന്നിട്ടുള്ളത്. ശരി, ഞാൻ വസീഫിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കെ എം ആന്റണി കൊണ്ടാണ് വീണ്ടും ചെയ്തത്. ശ്രീ കെ എം ആന്റണി, ഇതിപ്പോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാനത്തു നിന്നും വിവിധ ജില്ലകളിൽ നിന്നും 1000-2000 പരാതികളടക്കം ചില ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ പരാതി പ്രവാഹം പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊരു തട്ടിപ്പുകാരനാണ് എന്ന് പോലീസിനറിയാമായിരുന്നു. തട്ടിപ്പിൽ കേസെടുത്തിട്ടുള്ള വ്യക്തിയുമാണ്. ഇങ്ങനെ ഒരാൾ പിന്നീട് ആ കേസിന് ശേഷം വീണ്ടും തട്ടിപ്പുമായി നടക്കുമ്പോൾ എന്താണ് പോലീസിന് അതിലൊരു ജാഗ്രതയില്ലാതെ പോകുന്നത്? അങ്ങനെ അന്വേഷിച്ച് ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ പോലീസിന് അയാളുടെ അടുത്ത തട്ടിപ്പിന് തടയിടാനുള്ള ഒരു സംവിധാനമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തീർച്ചയായിട്ടും. കാരണം ഇയാൾ ഈ പറഞ്ഞ രീതിയിലുള്ള തട്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ട തട്ടിപ്പ് നടത്തുകയും കേസുകളും പരാതികളും അയാൾ ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രദേശത്ത്, ഈ കുടയത്തൂർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്, തൊടുപുഴയ്ക്കടുത്തുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഒരാൾ ആ കുടയത്തൂരിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തുക എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ പോലീസിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്.
കാരണം അത് ആ പ്രദേശത്തെ അയാളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സ്ഥലത്തെ പോലീസിനും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അവരെ ശ്രദ്ധിക്കാതെ വന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇയാൾ പ്രമുഖ വ്യക്തികളെ, രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ്. ഇതൊരു വൈറ്റ് കോളർ ക്രൈമാണ്. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞാൽ വയലൻസ് ഇല്ലാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനാണ് വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിലൊരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രമുഖ വ്യക്തികളെ കണ്ടെത്തി അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അയാളുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെയോ ആകെ വിതരണം ചെയ്യുന്ന 8-10 ബൈക്ക് വിതരണം ചെയ്യുമ്പോൾ സ്ഥലത്തെ പ്രമുഖ നേതാക്കളെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ചിലപ്പോൾ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി താൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, ആ ഫോട്ടോകളും ആ വീഡിയോകളും ആ പ്രശ്നങ്ങളുമൊക്കെ അവർ പരസ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. വീണ്ടും വീണ്ടും ആളുകളെ പറ്റിക്കുന്നതിന് ഉപയോഗിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളല്ല ഇതിനകത്ത് നമ്മൾ ചർച്ചയിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അല്ലാതൊരു വ്യക്തിത്വമുള്ളവരാണ്. അല്ലെ പതിറ്റാണ്ടുകളോളം തന്നെ കേരള സമൂഹത്തിലോ രാഷ്ട്രീയ മേഖലകളിലോ ഒക്കെ ഉണ്ടായിരുന്നവരാണ്. നമ്മളിപ്പോൾ അവരെ വിട്ടുകളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് അന്യായമായിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് ഉള്ളവരോ അല്ലെ ഈ തട്ടിപ്പ് പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളവരോ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം. അതല്ലാതെ ഇയാൾ ആരാണെന്നറിയാതെ അയാളോടൊപ്പം കൂടി നിൽക്കുകയും അയാൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്കറിയില്ല അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്. അവർക്ക് ഇതിനകത്ത് ലാഭം കിട്ടിയിട്ടുണ്ടോ, അതോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വക്കീൽ ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സഹകരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ പോകണം. പക്ഷേ ഇതൊരു കേസ് എന്നുള്ള നിലയ്ക്ക് പോലീസിന് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്ത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഒരു പരാതിക്കാരിയുടെയോ അല്ലെ ഒരു പരാതിക്കാരൻ്റെയോ കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിച്ചിട്ടില്ല. അയാളവിടെ സീഡ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് 62ഓളം സൊസൈറ്റികൾ ഈ കേരളത്തിൽ ഒട്ടാകെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണ് അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതിന്റെ ഭാരവാഹികൾ രാഷ്ട്രീയ നേതാക്കളും പഞ്ചായത്ത് ജനപ്രതിനിധികളും ഒക്കെയാണ്. അല്ല, അത് അയാൾ ബോധപൂർവം ആക്കിയിരിക്കുന്നതാണ് ആളുകളെ. കാരണം അയാളുടെ ഉത്തരവാദിത്വം ഡൈവേർട്ട് ചെയ്ത് പോകണം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകണം. ഇത് ബോധപൂർവമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. അതായത് ഇയാൾ ആദ്യകാലം 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാൾ ആദ്യം വരുന്നത് കൂണ് കൃഷിയുമായിട്ടാണ്. കൂണ് കൃഷിയുമായി വരികയും അതുപോലെ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഒരു വനിതാ കമ്മീഷൻ മെമ്പറുടെ PA ആയിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് പൊതുജീവിതത്തിലേക്കും ഈ നേതാക്കളുമൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് വരുന്നത്. ഈ CSR ഫണ്ട് എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ്. CSR ഫണ്ട് ഒരിക്കലും ഇയാൾക്ക് കിട്ടില്ല. ഈ കൂടെ നടന്നതിൽ ആരെങ്കിലും ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് കിട്ടിയിട്ടില്ല. അല്ല, CSR ഫണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. CSR ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ്. CSR ഫണ്ട് വലിയ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ അവർ ലാഭം മാത്രം ഉദ്ദേശിച്ചാൽ പോരാ, അത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അവർ ചെലവഴിക്കണം. ഒരു ചാരിറ്റി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടോ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ്. അത് ഇയാളുടെ കമ്പനിക്ക് കിട്ടാൻ യാതൊരു രീതിയിലും അർഹതയില്ല. അത് നമ്മൾ ആ രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇയാൾ പറയുന്ന ഓഫർ, ഇയാൾ കൊടുക്കുന്ന ഈ പകുതി പണം CSR ഫണ്ടിൽ നിന്ന് കിട്ടുമെന്ന് ഇയാൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ആ കാര്യം നമുക്ക് മുന്നേ അറിയാൻ പറ്റുമായിരുന്നു. ഇയാൾ ഒരു 5-6 വർഷത്തോളമായിട്ട് ഇയാൾ ഈ മേഖലയിലുണ്ട്. കരുതിക്കൂട്ടി അയാളാണ് ഇതിനകത്ത് മെയിൻ ബ്രെയിൻ ആയിട്ടുള്ളത്. ശരി, ആരാണ് ഇനി മെയിൻ ബ്രെയിൻ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് വസീഫിലേക്ക് പോകുന്നു. വസീഫ്, ഇപ്പോൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പിൻ്റെ കഥകൾ വരികയാണ്. വസീഫിൻ്റെ നാട്ടിൽ നിന്നും അത്തരം കഥകളുണ്ടോ എന്നറിയില്ല. ഏതായാലും നേരത്തെയും തട്ടിപ്പ് നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം വലിയ വിപുലമായ രീതിയിൽ തട്ടിപ്പെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി തൊട്ട് MLA-മാരുടെ വരെ പടം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പടം മാത്രമല്ല അവരുമായി ബന്ധം സ്ഥാപിച്ച്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധം സ്ഥാപിച്ചില്ല, അദ്ദേഹത്തിന് വേദിയിലേക്ക് കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വിശ്വാസ്യത ഉണ്ടാക്കാനുള്ള
ബോധപൂർവമായ തന്ത്രം അതിൽ MLA-മാർ പെട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വസീഫിനിവിടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? പോലീസ് ആദ്യം തന്നെ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കൂടുതൽ വിപുലമായ തട്ടിപ്പിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ കേരളം ഞെട്ടിയ ഒരു സംഭവമാണിത്. ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി വിവിധ സീഡ് സൊസൈറ്റികളുണ്ടാക്കി വിവിധ NGO-കളുമായി സഹകരിച്ച് ഇങ്ങനെ വിപുലമായ ഒരു തട്ടിപ്പിൻ്റെ ഒരു ശൃംഖല രൂപീകരിച്ചു എന്നുള്ളതാണ്. അതിന് നേരത്തെ റിട്ടയർഡ് SP ആന്റണി സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ പല ബന്ധങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഇത് ഒരു BJP പ്രോഗ്രാമായി, അല്ലെങ്കിൽ BJPയുടെ എന്തോ ഒരു ആനുകൂല്യങ്ങൾ നാട്ടിലാകെ CSR ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള, അവരുടെ ഏജൻസികളുമായി ബന്ധമുള്ളവർക്ക് ഈ CSR ഫണ്ട് പൊതുവേ അധികം കിട്ടൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പടവും മറ്റുമൊക്കെ കണ്ടപ്പോൾ പലരും, കാരണം പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എത്തിപ്പെട്ട് പടമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ നോക്കിക്കണ്ടത്. അപ്പോൾ കുറേ പേർക്കാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിതരണ ചടങ്ങുകളിൽ പല സ്ഥലത്തും ഇതുപോലെ MLA-മാരെയും MP-മാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് കരുതും. ഇപ്പോൾ 500 പേരിൽ നിന്ന് പണം വാങ്ങി 50 പേർക്ക് ബൈക്ക് കൊടുത്ത്, 1000 പേരിൽ നിന്ന് പണം വാങ്ങി ഒരു 10 പേർക്ക് ലാപ്ടോപ്പ് കൊടുത്ത്, അങ്ങനെ പോകുമ്പോൾ ഇതൊരു സഹായം ചെയ്യുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇതെന്തോ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മണി ചെയിനുകളുണ്ട്, അതിൽ പലർക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട്. പക്ഷേ പല മണി ചെയിനുകളുടെയും അവസാനത്തിൽ നമ്മൾ കാണുന്നത് പല തട്ടിപ്പുകളും ഇതുപോലെയുള്ള ക്രമക്കേടുകളും ആളുകളുടെ പണം നഷ്ടപ്പെടുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ട കുറച്ച് പേരുകളുണ്ട്. അതൊന്ന് രാധാകൃഷ്ണൻ്റെ, BJP നേതാവ് രാധാകൃഷ്ണൻ്റെ ഒരു ഇടപെടലാണ്. ഞാൻ ഇന്നലെ ചർച്ചയിൽ കൈരളി ചാനലിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു അഡ്വക്കേറ്റ് രാജസിംഹൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇവരാദ്യം താമസിച്ചിരുന്നത്. ഇവർ താമസിച്ച ഒരു വിവരങ്ങളൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അവിടുത്തെ ഇവരുടെ ഈ ഫ്ലാറ്റ് ഓണേഴ്സിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി. വളരെ കൃത്യമായി അദ്ദേഹം പറയാണ്, ഈ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ ലാലി സെബാസ്റ്റ്യനും ഒക്കെ അവിടെ കൃത്യമായി വരികയും അവരാണ്, ഈ ലാലിയാണ്, കോൺഗ്രസ് നേതാവാണ്, ഇവിടെ തുടക്കം മുതൽ ഈ ഫ്ലാറ്റ് എടുക്കുന്നതിനും ഫ്ലാറ്റിന്റെ കീ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ലാലിയാണ്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വാഹനത്തിൽ ഇവർ രക്ഷപ്പെടാൻ എന്നുള്ള വാദം ലാലി വിൻസനുണ്ട്. അതെ, അത് ലാലി വിൻസന് മാത്രമല്ല ഉള്ളത്. അതിലാണ് നമുക്കൊക്കെ ഒരു വലിയ ഒരു ആശങ്ക തോന്നുന്നത്. VD സതീശനും ഉണ്ട്. VD സതീശൻ വളരെ കൃത്യമായി ഇവരെ ന്യായീകരിക്കുന്നുണ്ട്. ഇന്നലെയും ഒക്കെ ചർച്ചയിൽ നമ്മളെ കൂടിയിരുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാരവാഹികളൊക്കെ ലാലി വിൻസെന്റ് പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ എന്താണ് പ്രതികരിച്ചത് എനിക്കറിയില്ല. ഞാൻ ഭാഗ്യത്തിന് പെട്ടില്ല എന്ന് പറഞ്ഞു. അതെ, അവരാരും തള്ളി പറഞ്ഞിട്ടില്ല, അവരാരും തള്ളി പറയുന്നില്ല, അവരാരും നടപടി ഇതുവരെ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലാലി വിൻസെന്റ് പറയുന്നത് എൻ്റെ മകനെ പോലെയാണ് എന്ന് മാത്രമല്ല, ഇവർ ഇതിലെ ഓരോ സ്റ്റേജസിലും ഇടപെടുന്നുണ്ട്. അത് ഇന്നലെ ഈ രാജസിംഹം, വളരെ അഡ്വക്കറ്റാണ് എറണാകുളത്ത്, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ സമീപിക്കാൻ പറ്റുന്ന പല വിവരങ്ങളുണ്ട്, പോലീസൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് മൊഴി എടുക്കുമായിരിക്കും. വളരെ കൃത്യമായി പറയുക, ഈ ലാലി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അവർ പറയുന്നത് 40 ലക്ഷം രൂപ അവർക്ക് വക്കീൽ ഫീസിനത്തിൽ കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മറ്റൊരു തലം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത്രയധികം പണമൊക്കെ ഇങ്ങനെ ഒരു കേസിന് എന്ത് കേസാണ്, എന്താണ് ഇവരുടെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഇവർ കൊടുക്കുന്ന ഉപദേശം എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതും നല്ലതാണ്. വക്കീലാണ്, ശരി തന്നെ, കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയല്ലേ, അവർക്കൊരു ഉത്തരവാദിത്തമല്ലേ സമൂഹത്തോട്. അവർക്ക് ഈ വിവരങ്ങളിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്കെല്ലാം നല്ല ബോധ്യം ഉണ്ടാവും, അവർക്ക് ഇതിൽ നല്ല ബന്ധമുണ്ട്. രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളെ കുറിച്ച് BJPയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അക്കാര്യത്തിൽ രാധാകൃഷ്ണൻ തന്നെ പ്രതികരിച്ചോട്ടെ എന്നൊരു നിലപാടും BJP. അതെ,
അതെ, ബി ജെ പിയുടെ ഒരു നേതൃത്വമായിരിക്കുന്ന എൻ രാധാകൃഷ്ണൻ, ഈ കോൺഗ്രസിന്റെ നേതൃത്വമായിരിക്കുന്ന ഈ ലാലി സെബാസ്റ്റ്യൻ, ഇവര് ഇതിന്റെ മുഖമായി നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇന്ന് മറ്റൊരു വാർത്ത കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ ഡോക്ടർ സരീൻ പോസ്റ്റ് ഇട്ടതായിരുന്നു. ഇന്ന് പെരിന്തൽമണ്ണയിലെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് പെരിന്തൽമണ്ണയിലെ MLA കുറിച്ചാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ പരിശോധിച്ചു. ഞങ്ങൾ ഇന്ന് DYFI എന്നുള്ള നിലക്കും അതിനെക്കുറിച്ച് പറഞ്ഞു. അതും ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. അവിടെ ഈ മുദ്ര ചാരിറ്റബിൾ പേരിൽ അതെ, അതിന്മേൽ MLA-യുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തു എന്നുള്ളതാണ്. അതായത് താനും പറ്റിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ജനപ്രതിനിധികളെ പറ്റിക്കുന്ന രൂപത്തിലേക്കും പോയിട്ടുണ്ട്. ചിലർക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റും ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പറ്റിക്കപ്പെട്ടവർ, തട്ടിപ്പിന് കൂടെ നിന്നവർ എന്ന രൂപത്തിൽ അന്വേഷണം നടത്തേണ്ടി വരും. കാരണം ഇപ്പോൾ അനിലെ പോലുള്ളവരെ ബന്ധപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഇതിൽ തട്ടിപ്പാണെന്ന് അറിഞ്ഞു കാണില്ല. അങ്ങനെ ആ ശൃംഖലയാണല്ലോ. അതിൽ ഏത് വശം മുതൽ ഏത് ഘട്ടം മുതലാണ് തട്ടിപ്പുകാർ ഒരുമിച്ച് നിൽക്കുകയും ബാക്കി നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നതിനുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്താനേ പറ്റുകയുള്ളൂ. ഇവിടെ ഈ നജീബ് കാന്തപുരത്തിന്റെ കേസ്, ഞാൻ അതിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. നിങ്ങൾ കാണേണ്ടത്, അവർ നേരിട്ട് പരസ്യം കൊടുക്കുക. ഇതാ ഇത്ര രൂപക്ക് ബൈക്ക് കിട്ടുന്നു, അത് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലാണ്, ഈ ട്രസ്റ്റിന്റെ പേരിലാണ്, നിങ്ങൾ ഇത്ര പണം അടച്ചാൽ മതി. ആ പണം അടച്ചതിന്റെ റെസീറ്റ് ഒക്കെ ഉണ്ട്. അതിന് റെസീറ്റ് കൊടുക്കുന്ന മുദ്രയാ. ഈ പെരിന്തൽമണ്ണ MLA-യുടെ റെസീറ്റാ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഉത്തരവാദിത്തം ഉണ്ട്. കാരണം അവർ ത്രൂ ആണ് വാങ്ങി കൊടുത്തിട്ട് അതൊരു MLA ഓഫീസ് മുഖാന്തരം നടക്കുന്ന വലിയൊരു ഇടപാടായിട്ട് അവിടെയാണ് ഈ സായി ഗ്രാമത്തിലെ അനന്തകുമാറിനെ വിശ്വസിച്ചുകൊണ്ട് എന്നുള്ള കാര്യം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ അനന്തുവിനെ തള്ളി പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അറിയില്ല അവരുടെയൊക്കെ പങ്ക് എത്രയാണെന്ന്, പോലീസ് ഇവരിലേക്കൊക്കെ എത്തുമോ എന്നും അറിയില്ല. ഇന്നത്തെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. ഈ അനന്തകുമാറും ലാലിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ആരാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എന്നതിൽ തർക്കം തുടരുകയാണ്. അതെ, ഇതില് ഈ തർക്കം തുടർന്നാലും ഇല്ലേലും ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ പണം വന്നോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ലാലി വളരെ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് 40 ലക്ഷം വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കോൺഗ്രസ്സുകാരൊക്കെ വലിയ തമാശയിൽ ചില വക്കീലിന് കൊടുത്ത ഫീസിനെ കുറിച്ചൊക്കെ, അതൊക്കെ ഏതാ വലിയ കേസുകൾക്ക് കൊടുക്കുന്ന, വലിയ സുപ്രീം കോടതി വക്കീലന്മാർക്ക് കൊടുക്കുന്ന ഫീസുകളെ കുറിച്ചൊക്കെ വലിയ ട്രോളുകൾ ഇറക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ, കേരളത്തിലെ കോൺഗ്രസും ഒക്കെ. എന്നാൽ ഇവർക്ക് ഇത്രയധികം പണം ഇങ്ങനെ ഒരു വക്കീൽ ഫീസ് ഇനത്തിൽ കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം ചെന്നെത്തുമെന്നും ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആര് ഇങ്ങനെ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പോലീസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ആദ്യത്തെ വീഴ്ചയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോലീസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ആദ്യത്തെ വീഴ്ച, ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനെ വീണ്ടും അതൊക്കെ ഓരോ പ്രദേശത്തും അല്ല, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അനില പറഞ്ഞ കാര്യം കൂടി കേട്ടല്ലോ. അനില പറഞ്ഞ കാര്യം കേട്ടല്ലോ. നിഷ്കളങ്കരായി അപ്പോൾ നിങ്ങൾ വിഡ്ഢികൾ എന്ന് പറഞ്ഞ് അവരുടെ പരാതി കേൾക്കാതിരിക്കുക, പരാതിപ്പെടുന്ന ആളെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നല്ല. ഇതിലെ 2000 പരാതി കണ്ണൂരിൽ നിന്ന് മാത്രം വന്നു. 2000 പരാതി. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും 100 കണക്കിന് പരാതികൾ വരിക. അങ്ങനെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും 1-2 പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല, പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെ, അതിലൊന്നും ഒരു തർക്കമില്ല. ഇവിടെ പോലീസിന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒക്കെ കിട്ടിയ ഒരു രഹസ്യ വിവരവും മറ്റു അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ചില പരാതികളും എല്ലാം കൂടി വരുന്ന സമയത്താണ് ഒരു വലിയ അന്വേഷണത്തിലേക്ക്, പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകണം എന്നാലോചിച്ച് ഇറങ്ങി വരുന്നത്. ആ അന്വേഷണത്തിലാണ് ഇതിന്റെ പ്രതികളിലേക്ക് എത്തുന്നത്, പ്രതികളെ പിടിക്കുന്നതും കേസ് ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെല്ലുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ എല്ലാം ചുരുളഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വലിയ സാമ്പത്തിക ഇടപാടിന്റെ, വലിയ സാമ്പത്തിക നെറ്റ്വർക്കിന്റെ ഒരു കേസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആ അർത്ഥത്തിൽ അന്വേഷണം നടത്തി ഇതിലെ പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും പൊതുപ്രവർത്തകരോ ഏതെങ്കിലും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളോ ഈ ഒരു മറയിൽ
എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണത്തിന്റെ വിധേയമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ. ശരി, നമ്മോടൊപ്പം ചർച്ചയിൽ ലാലി വിൻസെന്റ് പങ്കെടുക്കും എന്ന് അറിയിച്ചിരുന്നതാണ്. ഞങ്ങളുടെ ക്യാമറ സംഘം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഓഫീസ് തുറക്കുന്നില്ല, ഫോണിൽ പ്രതികരിക്കുന്നുമില്ല. ലാലി വിൻസെന്റ് പ്രതികരിക്കുമെന്ന് തന്നെയാണ്, അടുത്ത അരമണിക്കൂറിൽ എപ്പോഴെങ്കിലും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചർച്ചയിൽ മറ്റു പരാതിക്കാരി കൂടി ചേരുകയാണ്. പ്രമീള ഗിരീഷ് കുമാർ, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ ട്രഷററാണ്. പ്രമീള ഇപ്പോൾ ഈ പരിപാടിയുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ എപ്പോഴാണ് പ്രമീള ഒരു പരാതിക്കാരിയായി മാറിയത്? സീഡ് സൊസൈറ്റിയുടെ ട്രഷറർ ആണല്ലോ, പണം കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതെ അതെ അതെ, കേൾക്കാമോ മാഡം? കേൾക്കാം. ഞങ്ങള് 2023 ജൂലൈ 19 മാഡം ഈ സീഡ് സൊസൈറ്റി തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തില് നമ്മള് ലാപ്ടോപ്പുകള്, തയ്യൽ മെഷീനുകള്, വാട്ടർ പ്യൂരിഫയർ, കർഷകർക്ക് വളം, ഓണക്കിറ്റ്, വനിതകൾക്ക് മൊബൈൽ ഫോൺ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആ കാര്യത്തിലൂടെ നമ്മൾ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ 2 വീലർ വിതരണത്തിലേക്ക് വരുന്നത്. 2 വീലർ വിതരണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ മൂവാറ്റുപുഴയിൽ ആദ്യഘട്ടം തന്നെ 1230 ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ടം 150 ഉണ്ടായിരുന്നു. ഈ രണ്ടും കൂടി 1350 വണ്ടികൾ ഉണ്ടായിരുന്നു. അത് മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വെച്ചാണ് നമ്മൾ വലിയ ഒരു പരിപാടിയോടുകൂടി നമ്മളുടെ MPയെയും MLAയും അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് നമ്മൾ അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അല്ല, ഈ ആ പരിപാടിയിൽ ആദ്യം ഈ ലാപ്ടോപ്പ് കിട്ടിയവരും ആദ്യത്തെ നേട്ടം ഉണ്ടായവര്, അതായത് പൈസ പകുതി കൊടുത്ത് ഇതൊക്കെ കിട്ടിയ ആളുകളെയും പങ്കെടുപ്പിച്ചിരുന്നു അല്ലേ? അതെ, അതെന്താന്ന് പറഞ്ഞാല് ഈ കിട്ടിയ ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും അപേക്ഷകരായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വിശ്വാസം കൂടി വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് കിട്ടിയ ആളുകളാണല്ലോ നമ്മളുടെ കൂടെ കൂടുതലായിട്ടും പകുതി പേരും വരുന്നത്. അപ്പൊ നമുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനപ്രതിനിധിയായിരുന്ന സമയത്തായതുകൊണ്ട് നമുക്കും ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. പിന്നെയാണെങ്കിൽ ഇതിന്റെ തലപ്പത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന സായി ഗ്രാമിന്റെ ശ്രീ അനന്തകുമാർ സാറാണ് ഇതിന്റെ NGOയുടെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജി, അതുപോലെ തന്നെ ബീന സെബാസ്റ്റ്യൻ, അതുപോലെ നമ്മുടെ ഒട്ടേറെ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകള്, ജനസേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിനകത്ത് വന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുത്തു പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളും ഇതിൽ പെട്ടുപോകുന്നത്. പ്രമീള, അപ്പോൾ ഈ പരിപാടിയിൽ ഇവരൊക്കെ പങ്കെടുത്തിരുന്നോ? മാഡം, ഈ അനന്തകൃഷ്ണനാണ് ഞങ്ങളോട് വന്നിട്ട് അന്ന് 100 പ്രവൃത്തി ദിവസത്തിനകം നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ജൂൺ 10 ഞങ്ങൾ ടൗൺ ഹാളിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് 100 പ്രവൃത്തി ദിവസത്തിനകം നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്. 100 പ്രവൃത്തി ദിവസം കഴിഞ്ഞിട്ടും വണ്ടി കിട്ടാതെ 3 മാസം കഴിഞ്ഞിട്ടും വണ്ടി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു കുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയും ഇത് ജെന്യുവിനായ ഒരു പരിപാടിയാണോ, ഇതിൽ വെച്ചാൽ ഇത് കിട്ടുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയക്കുകയും മുഖ്യമന്ത്രിയുടെ ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും പോലീസ് ഞങ്ങളെ വിളിക്കുകയും സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ മറ്റ് അംഗങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങൾ അനന്തകൃഷ്ണനെ നേരിൽ അറിയിക്കുകയും അനന്തകൃഷ്ണൻ പക്ഷെ അതിനായി നമ്മളോട് നമ്മളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും അന്ന് ആസൂത്രണം ചെയ്യില്ല മാഡം. ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പോലീസിന്റെ കയ്യിലേക്ക് പോലീസിനെ കൊണ്ട് അനന്തകൃഷ്ണൻ നേരിൽ വിളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീമതി ലാലി വിൻസെന്റ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനന്തകൃഷ്ണന് വേണ്ടി അവിടെ ഹാജരാകുകയും അതനുസരിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ലാലി വിൻസെന്റ് എന്ന് പറയുന്ന മാഡത്തോട് ചോദിക്കുകയും CSR ഫണ്ട് ഉണ്ട് എന്നാൽ CSR ഫണ്ടിന്റെ രേഖകൾ കാണിക്കാൻ പോലീസ് പറഞ്ഞു. അന്ന് ഇവർക്ക് ആ രേഖകളൊന്നും കാണിക്കാൻ സാധിക്കാതെ പോയി. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും പോലീസ് പറയുന്നതാണ് നമുക്കറിയാവുള്ളൂ. പോലീസ് പറയുന്നത് പിന്നീട് ഈ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ളത്. അന്ന് മുതൽ ഞങ്ങളോട് ഈ പോലീസ് ഈ അനന്തകൃഷ്ണന്റെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ 3 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും അതിൽ 3.25 കോടി രൂപയുള്ളത് ഫ്രീസ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. അതെപ്പോഴായിരുന്നു പ്രമീള? ഒക്ടോബർ മാസത്തിലാണ് മാഡം. ഒക്ടോബർ മാസത്തില്, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ. യെസ്, ഒക്ടോബറിലാണ്, 24 ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഇദ്ദേഹം പല പ്രൊജക്ടുകൾ ഇട്ടു എങ്കിലും ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. കാരണം ഞങ്ങൾക്ക് ഇതെല്ലാം തീർത്തു തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇനി പുതിയ പ്രോജക്ടുകളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ സൊസൈറ്റി തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അവിടെ കിട്ടാത്തവർ വന്ന് വീണ്ടും ബുദ്ധിമുട്ടിച്ചില്ലേ നിങ്ങളെ?
ഞങ്ങളെ എന്നും അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നം വന്നതിന് ശേഷം മിക്കവരും ഓരോരുത്തരായി പരാതി സെപ്പറേറ്റ് ഓരോരുത്തരായി പരാതി കൊടുക്കുമ്പോഴും നമ്മുടെ സീഡ് സൊസൈറ്റിയിൽ കിടക്കുന്ന പൈസ എടുത്ത് അവരുടെ പൈസ കൊടുത്തുകൊണ്ട് അവരെ തീർക്കുന്ന രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനന്തകൃഷ്ണൻ നമുക്ക് ഒക്ടോബറിൽ പരാതി വരുമ്പോൾ നവംബർ 11-ാം തീയതി നിങ്ങളുടെ എല്ലാം തീർത്തു തന്നേക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തീർക്കാൻ പറ്റിയില്ല. വീണ്ടും പറഞ്ഞു ഡിസംബർ 31-ാം തീയതി തീർത്തു തരാമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞില്ല. വീണ്ടും ജനുവരി 5-ന് തീർത്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ജനുവരി 16-ാം തീയതി ഞങ്ങളുടെ സീഡിന്റെ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ സൊസൈറ്റി ഒന്നടങ്കം തീരുമാനിക്കുകയും അതിനനുസരിച്ച് സെക്രട്ടറിയുടെ കൂടെ ഞാൻ ട്രഷററായ ഞാനും കൂടെ മൊഴി കൊടുത്തുകൊണ്ടാണ് ഈ പരാതി ഞങ്ങൾ മുന്നോട്ട് പോയത്. പരാതി സൊസൈറ്റിയിൽ എത്ര പേർ അംഗങ്ങളായിട്ടുണ്ട്? സൊസൈറ്റിയിൽ ബോർഡ് മെമ്പറാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അംഗങ്ങളാണോ? അംഗങ്ങൾ 1500-ൽ മേലെ അംഗങ്ങൾ തന്നെ ഉണ്ട് നമ്മള്. കാരണം ഇത് എടുക്കുന്നവർ തന്നെയാണല്ലോ മാഡം. ഒരു വർഷം ഒരാൾക്കാണ് അംഗത്വം, ഒരു വർഷത്തേക്കാണ് അംഗത്വം നമ്മൾ കൊടുക്കുന്നത് 320 രൂപ എന്ന് പറയുന്നത്. പിന്നെ അവർ 120 രൂപ അടച്ച് പുതുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുണ്ടോ? രാഷ്ട്രീയക്കാരായിട്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും ആ ഇതിനകത്തുണ്ട്. ഇതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ അന്ന് ഇത് വന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്തുണ്ട്. അല്ല, അതിനെ അങ്ങനെ രാഷ്ട്രീയക്കാരെയൊക്കെ ക്ഷണിച്ചത് പ്രമീളയാണോ അതോ അനന്തകൃഷ്ണൻ നേരിട്ടാണോ ഇവരെയൊക്കെ ഇതിൽ പങ്കാളികളാക്കിയത്? അതിപ്പോ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആണല്ലോ ഞാൻ മാഡം. അപ്പൊ നമ്മൾ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ നമ്മൾ ക്ഷണിക്കും. ആലപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ അവർ ക്ഷണിക്കും. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ കോർഡിനേറ്റർമാരാ. 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ആണല്ലോ മാഡം. അപ്പൊ നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ നമ്മൾ ക്ഷണിക്കും. അതുപോലെ MLA, പാർട്ടി ഏതെങ്കിലും ഒരു നേതാവ്, ഏത് നേതാവാണോ അവരുടെ അതിനകത്തുള്ള അവർ ക്ഷണിക്കും. അങ്ങനെ അവരുടെ ഒരു ബേസിൽ അങ്ങനെ പോയി. അല്ലാണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ പ്രത്യേകമായിട്ട് അനന്തകൃഷ്ണൻ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി പ്രമീള, ഇപ്പോൾ നിങ്ങൾ ഈ പരാതി കൊടുക്കുകയും 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്ത ശേഷം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വിപുലമായ രീതിയിൽ ഇയാൾ പരിപാടി നടത്തുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഉണ്ട്. അതെപ്പോ അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അവിടെയെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും നമുക്കറിയാം. അല്ല, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും വിളിച്ചില്ലേ? അതെങ്ങനെയാണ് വീണ്ടും തുടങ്ങുക, ഇവിടെയുള്ളവർക്ക് കൊടുക്കാതെ എന്ന് ചോദിച്ചില്ലേ? മാഡം, അത് നമുക്ക് ഒരു ഡേറ്റുകൾ പറയുകയാണല്ലോ. ഡേറ്റ് പറയുമ്പോ ആ ഡേറ്റ് പറഞ്ഞ് നിർത്തിയേക്കുമ്പോ നമ്മൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നില്ലല്ലോ. അപ്പൊ നവംബർ 11 പറഞ്ഞു, നവംബർ 11-ന് തന്നില്ല. പക്ഷെ നമ്മൾക്ക് ഇതെങ്ങനെ പോലീസ് നമ്മളോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ട്രാപ്പിലാണ്, നിങ്ങൾ അപ്പം സീഡ് സൊസൈറ്റി ഒരു കേസ് കൊടുക്കാനാണ് പോലീസ് പറയുന്നത്. കാരണം സീഡ് സൊസൈറ്റി ഒരു കേസ് കൊടുത്താൽ മാത്രമാണ് പോലീസിന് അത് അന്വേഷിച്ച് അത് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അനന്തകൃഷ്ണൻ ഇവരാരോടും ഒരു പൈസയും അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുഖേന ആണ് ഈ പൈസകൾ പബ്ലിക് അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ്. അങ്ങനെയാണ് ഈ പോലീസ് ഞങ്ങളോട് പരാതി തരാൻ പറയുന്നത്. നിങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഈ അനന്തകൃഷ്ണന് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഈ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ എന്ത് തെളിവാണ് മാഡം ഉദ്ദേശിക്കുന്നത്? രേഖകൾ, അതായത് അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകനെന്നും അതിന്റെ ഭാഗമായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ തെളിവുകൾ, രേഖകൾ വേണമല്ലോ. ഇപ്പോൾ പോലീസ് പറഞ്ഞു അതാണല്ലോ, നിങ്ങളാണ് നേരിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് അതിൽ സൊസൈറ്റിയിൽ ആളുകൾ ഉണ്ടാകുന്നത്, അംഗങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് ആളുകൾ പാതി വിലയ്ക്ക് വാങ്ങാൻ വരുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ എന്തെങ്കിലും രേഖയുണ്ടോ? അനന്തകൃഷ്ണന്റെ സ്പിയാർട്സ് എന്ന് പറയുന്ന NGO, സ്പിയാർട്സ് എന്ന് പറയുന്ന NGOയുടെ കീഴിലാണ് കേരളത്തിലെ 64 സീഡ് സൊസൈറ്റികളും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ആ സൊസൈറ്റിയിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ ചെലവാക്കുന്നതിന് സ്പിയാർട്സിന്റെ സെക്രട്ടറിയുടെ സമ്മതം മേടിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അനന്തകൃഷ്ണന്റെയും ആ ബോർഡ് മെമ്പർമാർ, സ്പിയാർട്സിന്റെ ബോർഡ് മെമ്പർമാരുടെയും നിയന്ത്രണത്തിലാണ് ഈ സീഡ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ശരി, ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ഒക്കെ അവിടെ വന്നിരുന്നോ? ഈ കേസിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതല്ലാതെ ഇത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ടോ? അത് കഴിഞ്ഞിട്ട് മാഡം ഈ കേസ് കഴിഞ്ഞിട്ട് ലാലി വിൻസെന്റ് മാഡം പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 51 ലാപ്ടോപ്പും 120 തയ്യൽ മെഷീനും 1200ഓളം വണ്ടിയും തരാനുള്ള സമയത്താണ് ഞാൻ അനന്തകൃഷ്ണനുമായി നേരിട്ട് സംസാരിച്ചു. ഇത് തന്നില്ല എങ്കിൽ ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു.
ആ സമയത്ത് അദ്ദേഹം ചേച്ചി വെയിറ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. 4 ദിവസം എന്നോട് ചോദിച്ചു. ഈ 4 ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ തരാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അനന്തു നാളെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഇയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു, മാഡം ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞു. 11 മണിക്കാണ് ആ മെസ്സേജ് ഇട്ടത്. ഞാനത് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മാത്രമേ അത് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പെട്ടെന്ന് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. പക്ഷെ പിറ്റേ ദിവസം തന്നെ അയാൾ വീണ്ടും ഇട്ടേക്കുകയാണ്, ചേച്ചി എന്നോട് ഈ ചതി ചെയ്തല്ലോ, ചേച്ചിക്ക് എന്നെ ഒന്ന് രക്ഷിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ രക്ഷിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്റെ ജനങ്ങളുടെ പൈസ കിട്ടുക, എത്രയും പെട്ടെന്ന് എന്റെ ജനങ്ങളുടെ പൈസ കൊടുത്താൽ അനന്തകൃഷ്ണന്റെ പേരിലുള്ള പരാതി ഞാൻ പിൻവലിക്കാം എന്ന് അനന്തകൃഷ്ണനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അനന്തകൃഷ്ണൻ തയ്യാറായില്ല. ഇതിനിടയ്ക്ക് ശ്രീമതി ലാലി വിൻസെന്റ് എന്നെ വിളിക്കുകയും 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചിട്ട് തിരിച്ച് ഞാൻ 1 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, പ്രമീള കേസ് പിൻവലിക്കണം, നമുക്ക് അനന്തുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം അനന്തുവിനെ രക്ഷിക്കണമെങ്കിൽ മാഡം എനിക്ക് അതിന് വേണ്ട ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യണേ, 6 മാസം അല്ലെങ്കിൽ 4 മാസത്തെ താമസം കൊടുക്കണം, CSR ഫണ്ട് അന്നേരമാണ് കിട്ടുകയുള്ളൂ, അപ്പോൾ ഇത്രയും നാളത്തെ താമസം കൊടുത്താൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് അവരുമായിട്ട് കോംപ്രമൈസ് എത്താൻ നോക്കിയില്ല മാഡം. കാരണം എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ അനന്തകൃഷ്ണൻ പല സമയങ്ങളിലും നമുക്ക് 3 പ്രാവശ്യം നമ്മൾക്ക് ഇത് തന്നു. നവംബർ 11, ഡിസംബർ 31, അങ്ങനെ 3-4 ഡേറ്റുകൾ തന്നിട്ടും ആ ഡേറ്റിലൊന്നും ഒരു സാധനം പോലും ഇറക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നമുക്ക് ഇയാളോട് സംശയം തോന്നിയത്. കാരണം ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ലാപ്ടോപ്പും തയ്യൽ മെഷീനും അത് ചെറിയ ഒരു സംഖ്യ തന്നെ ഉള്ളൂ. ആ സംഖ്യയുടെ സാധനങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഇറക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ള ഈ 1300ഓളം ഞങ്ങളുടെ വണ്ടികൾ ഇറക്കാൻ സാധിക്കുന്നത്? അതോടുകൂടിയാണ് ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം ഇത് നടക്കൂല, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് മൂവാറ്റുപുഴയുടെ സാധനങ്ങൾ ഇത്ര ദിവസത്തിനകം പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ ജനങ്ങൾ അടുത്തിരിക്കുന്ന പൈസ മാത്രം തിരിച്ചു തന്നാൽ മതിയെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. പിന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവരെ കാണുന്നത് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ മാഡം അവിടെ ഉണ്ടായിരുന്നു, എന്നോട് മോനെ രക്ഷിക്കണം എന്നെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു, മാഡം മാഡത്തിന്റെ ചെക്ക് തരൂ, ഞങ്ങൾ രക്ഷിക്കാം, അല്ലാണ്ട് അനന്തകൃഷ്ണൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞത്, അപ്പോഴും ഞാൻ അനന്തകൃഷ്ണനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം 6 മാസമാണ് വീണ്ടും പറയുന്നത്. ഞാൻ 6 മാസം കൊടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞാൽ എന്നെ പുറത്തു നിന്ന് ജനം കല്ലെറിയുകയും അടിക്കുകയും ചെയ്യും. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് മാഡം? ഇയാളെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അനന്തകൃഷ്ണനെ പിടിച്ചിട്ടിരിക്കുന്നു, അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ NGO കോൺഫെഡറേഷന് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ NGO കോൺഫെഡറേഷൻ മുന്നോട്ട് വന്നു. കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് അനന്തകുമാർ സാറൊക്കെയാണല്ലോ. മുന്നോട്ട് വന്ന് ഇത് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ KM ആന്റണി, ഇപ്പോൾ EDയും അന്വേഷണത്തിന് എത്തുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ വസീഫ് പറഞ്ഞ പോലെ ഒരിടത്ത് 2000 പരാതികളാണ്. ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണം അത്രയധികം വരുന്നു. അത് മാത്രമല്ല, അത് അരിച്ചരിച്ച് ഇയാളിലേക്ക് എത്താൻ തന്നെ ഒരു ഘട്ടം വരും. അപ്പോൾ അതിൽ തന്നെ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത്, ആരൊക്കെയാണ് അറിയാതെ അതിൻ്റെ ഭാഗമായത് എന്ന് തിരിച്ചറിയൊക്കെ വളരെ ഒരു സങ്കീർണമായ കാര്യമാണ്. അത് ഈ പോലീസിനെ കൊണ്ട് എത്ര വേഗത്തിൽ സാധ്യമാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൽ കൃത്യമായിട്ടും ഇതിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്താൻ സാധിക്കും. കാരണം ഇയാൾ നടത്തുന്നത് തട്ടിപ്പല്ല എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ടെങ്കിൽ, നേതാക്കളായിക്കോട്ടെ മറ്റാരും ആയിക്കൊള്ളട്ടെ, ഇയാൾ തട്ടിപ്പല്ല നടത്തുന്നതെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് എന്താണ് ഇത്രമാത്രം ഉത്തരവാദിത്തം എടുത്തിട്ട് അവർ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇനിയും ജനങ്ങളെ പറ്റിക്കാം, അല്ലെങ്കിൽ പറ്റിച്ചത് വഞ്ചനയല്ല അല്ലെങ്കിൽ തട്ടിപ്പല്ല എന്നുള്ള ആ രീതിയിലേക്ക് അവർ പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ തോന്നും. മാത്രമല്ല, അയാൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് ജീപ്പിലിരുന്ന് പറഞ്ഞത് ഞാൻ പൈസ എല്ലാം തിരികെ കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് പ്ലാൻ ചെയ്ത് തന്നെ അയാൾ എല്ലാത്തിൻ്റെയും തിരക്കഥ ആദ്യമേ എഴുതിക്കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് പോലീസ് ജീപ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്? കാരണം പരാതിയുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കേരളമൊട്ടാകെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ ആ പറയുന്ന വാക്കിനെ വിശ്വസിച്ച് ആരെങ്കിലും പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും കേസുകൾ കുറയട്ടെ, അല്ലെങ്കിൽ അയാൾ ആ പറയുന്ന വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് കുറേ ആളുകളെങ്കിലും പരാതിക്ക് പോകാതെ ഇയാൾ ഇനിയും ബൈക്കോ അല്ലെങ്കിൽ തയ്യൽ മെഷീനോ ഒക്കെ കൊടുക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഈ ശ്രീമതി പ്രമീള പറയുന്നത് കേട്ടിട്ട്
അത് ഈ പറഞ്ഞ കേരളത്തിലുള്ള മുഴുവൻ ഈ ഫീൽഡ് പ്രൊമോട്ടേഴ്സിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ ആർജവത്തോടുകൂടി ആ പരാതിയുമായി മുന്നോട്ട് പോയത് കൊണ്ടാണ്. എന്നിട്ടും പല പ്രതിസന്ധികളുമുണ്ട്. കാരണം പോലീസ് പറഞ്ഞു നിങ്ങൾ അല്ലെ പ്രമീള ദേവിയോ അല്ലെ സീഡ്സ് സൊസൈറ്റിയോ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അനന്തകൃഷ്ണൻ്റെ പേരിൽ എന്നുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം അനന്തകൃഷ്ണൻ നേരിട്ട് ഈ പറയുന്ന പരാതിക്കാരികളുടെയോ അല്ലെ പൈസ അടച്ച ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസിന് ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ സാധിക്കും. കാരണം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സാക്ഷികളുണ്ട്, ഈ കാശ് പോയതിന് സാക്ഷികളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ആ 20,000-ഓളം എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടു ഞാൻ തയ്യാറാക്കിയെന്ന് അഭിഭാഷക പറയുന്നുണ്ട്. അപ്പോൾ 20,000-ഓളം ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ പ്രോമിസറി നോട്ടുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്, പിന്നെ മറ്റ് ഏതൊക്കെയോ രേഖകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രേഖകൾ പ്രകാരം ഒരു കൈമാറ്റം പണത്തിൻ്റെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സിവിൽ കേസാണ്. അത് തട്ടിപ്പാണെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ പോലീസ് നന്നേ പാടുപെടേണ്ടി വരും. കാരണം ഇത് സിവിലായിട്ടുള്ള കേസാണോ ക്രിമിനൽ കേസാണോ എന്നുള്ള തർക്കം ഇതിൻ്റെ വരും ദിനങ്ങളിൽ ഉണ്ടാവും. അത് അയാൾക്ക് ജാമ്യം കിട്ടുന്നതിനും അതുപോലെ തന്നെ ആ കേസിൻ്റെ നിലനിൽപ്പിനും അത് ദോഷകരമായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും. അപ്പം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇവിടെ രാഷ്ട്രീയമൊന്നുമല്ല, CSR ഫണ്ട് ആയതുകൊണ്ടാണ് BJP-ക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഇയാൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നയാളാണ്. തട്ടിപ്പിൻ്റെ ബുദ്ധിയുമായിട്ട് രംഗത്ത് പ്രവേശിച്ച് ഇത്ര ആളുകളെ ഒരുമിച്ച് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളെ അഴിക്കുള്ളിലാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അത് നടക്കും തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്, പോലീസ് വിപുലമായിട്ട് അന്വേഷിക്കും. അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ഇതിനകത്ത് നടന്നിരിക്കുന്നു. 1000 കോടിയിലധികം പണം ഇതിനകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. യാതൊരു അർഹതയുമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ വശം ഇത്രയും പണത്തിൻ്റെ ഇടപാടുകൾ നടക്കുകയും തട്ടിപ്പ് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ED അതിനകത്ത് വരും. ED വന്ന് അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും. അല്ല, ഇതിലിപ്പോൾ ദേശീയ സ്വഭാവമുള്ള NGOകളുടെ പേരുകളാണ് ഇതിൽ ചേർത്തിരുന്നത്. ഇയാൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയ NGOകളുടെ പേര് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇതിന് കീഴിൽ തന്നെ 62 സൊസൈറ്റികൾ എന്നുള്ളതാണ്. ഈ പേരൊക്കെ കേട്ടുകഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നും. അതിന് ഒന്ന് ബലമേകാൻ മോദിക്കൊപ്പമുള്ള ചിത്രമുണ്ട്, പ്രധാനപ്പെട്ട BJP നേതാക്കൾക്കൊപ്പമുള്ള ചിത്രമുണ്ട്, സായിഗ്രാമിൻ്റെ പ്രതിനിധിയുമായിട്ട് ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ AN രാധാകൃഷ്ണനെ പോലുള്ളവർ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഇരയാണെന്ന്. യഥാർത്ഥത്തിൽ ഇതിൽ കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് ഇരകളാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. വസീഫ്, ഇപ്പോൾ AN രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത് വസീഫും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. താനും ഇരയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം രാധാകൃഷ്ണന്റെ പേരടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ വേഗം തന്നെ പൈസ കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കുക, അതായത് പകുതി പൈസ വാങ്ങിച്ചവരുടെയൊക്കെ പൈസ വേഗം കൊടുത്ത് ആ പ്രശ്നത്തിൽ തടിയൂരുകയാണ് AN രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും രാധാകൃഷ്ണനെ പിന്തുണച്ച് രംഗത്തെത്തുകയോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വരികയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ രാധാകൃഷ്ണൻ അങ്ങനെ എളുപ്പത്തിൽ കൈകഴുകി പോകാൻ പറ്റും എന്ന് ഈ നാട് വിശ്വസിക്കില്ല. എത്ര തന്നെ ആയാലും അദ്ദേഹം മുഖാന്തരം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ തട്ടിപ്പ് നടത്തിയ ആള് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ പണമൊക്കെ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ പണം ഇവിടെ ഉള്ളത്. ഇനി ഈ പണം മറ്റാരുടെയെങ്കിലും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പോൾ ED വരും എന്ന് പറയുന്നു. രാജ്യത്ത് തന്നെ നമുക്കറിയാം 6.4 കണ്ടാണ് ഇവരുടെ കൺവിക്ഷൻ റേറ്റ്. അത്രയും ഒരു കാര്യപ്രാപ്തിയുള്ള അന്വേഷണ ഏജൻസി ഒന്നും അല്ല ED. പ്രത്യേകിച്ച് ഇപ്പോൾ BJP ഭരണത്തിൽ അവരുടെ ആളുകളെ വെളുപ്പിച്ചെടുക്കാനും എതിരാളികളെയും ശത്രുക്കളെയും എങ്ങനെയെങ്കിലും കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. പ്രത്യേകിച്ച് ഇതിൽ BJP-യുടെ ഒരു ഉന്നത നേതാവുള്ള സ്ഥിതിക്ക് എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ലാലി വിൻസെന്റ്, അവരിപ്പോൾ ഈ നേരത്തെ ആ പരാതിക്കാരി സീഡ് സൊസൈറ്റിയുടെ ഭാരവാഹി പരാതിക്കാരി പറഞ്ഞു. കാരണം ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ താഴെ നിലയിൽ ഒന്നും അറിയാതെ ഇതിന്റെ ഭാഗമായി പെട്ടുപോയവർ. എന്നാൽ ലാലി വിൻസെന്റും AN രാധാകൃഷ്ണനും നജീബ് കാന്തപുരവും അങ്ങനെയല്ല. ഇവരൊക്കെ ഒരു മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന
ഇതിൽ ഇടപെട്ട ആളുകളാണ്. ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്ന് എന്റെ കയ്യിലുള്ള ഒരു പത്രത്തിൽ അവരുടെ ഈ ലാലി വിൻസെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അനന്തകൃഷ്ണൻ ബലിയാടാണ്. നോക്കൂ നിങ്ങൾ, ഒരു അഭിഭാഷക 40 ലക്ഷം വാങ്ങിയത് കൊണ്ട് പറയുന്ന വാക്കാണോ ഇത്? 40 ലക്ഷം മാത്രമായിരിക്കോ വാങ്ങിയിട്ടുണ്ടാവുക? AICCയുടെയും KPCCയുടെയും ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ഈ ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്തമില്ലേ? ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളിലും ഏതെങ്കിലും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പ്രശ്നങ്ങൾ പോലും വാതോരാതെ വിളിച്ചു പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ. എന്തേ ഒരു അക്ഷരം മിണ്ടാത്തത്? ഒന്നും പറയുന്നില്ലല്ലോ. എന്നിട്ട് പറയാ അനന്തു എനിക്ക് മകനെ പോലെയാണ്. ആരാ പറയുന്നത്? ലാലി വിൻസെന്റാ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ കാണാതെ ഒന്നും പോകാൻ പറ്റില്ല. ഇതിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ED വന്നതുകൊണ്ട് ഇത് അപ്പാടെ അങ്ങ് തെളിഞ്ഞ് കുറെ കേസ് നടന്ന് ആളുകൾക്ക് പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ വളരെ കൃത്യമായി ഇത് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇതിൽ BJPയുടെ പങ്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പല സ്ഥലത്തും BJPയുടെ വലിയ ഇടപെടലായി, വലിയ ഒരു നേട്ടമായി ഇതിനെ കാണിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില നജീബ് കാന്തപുരന്മാര് അവർക്കെന്തോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടു എന്നാ ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അവര് തന്നെ 1000 രൂപയോ മറ്റോ അധികമായിട്ടാണ് പോലും വാങ്ങിയത്. ഇവർ വാങ്ങുന്നതിൽ അധികം വാങ്ങുക. ഒരു MLA അദ്ദേഹത്തിന്റെ എന്നിട്ട് റെസിപ്റ്റ് ഒക്കെ കൊടുക്കുക. റെസിപ്റ്റ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. പലരും പെരിന്തൽമണ്ണയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. ഇതിൽ BJPയുടെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതിൽ ഈ തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഈ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും മറ്റുമൊക്കെ നടത്തും, അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഇവർക്കുണ്ടാകുമല്ലോ. പിന്നെ ഈ പണമൊക്കെ എവിടെ പോയി എന്നുള്ളതും അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും കോടി രൂപ എവിടെ പോയി അത് അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ഇനിയിപ്പോ ഈ പറയുന്ന പ്രതി സംസാരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തെ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇവരുമായിട്ടുള്ള ബന്ധവും ഇടപാടൊക്കെ കിട്ടും. അങ്ങനെ വരാതിരിക്കാനായിരിക്കും ഈ ലാലി സെബാസ്റ്റ്യൻ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു അഭിഭാഷക, വെറും അഭിഭാഷക എന്നാ പറയുന്നത് പലരും, അവരുടെ ക്ലൈന്റ് ആണ് എന്നൊക്കെ പറയുന്നത് ചാനലുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ സീഡിന്റെ ഭാരവാഹിയെ ഈ അങ്ങോട്ട് വിളിച്ച് കേസ് പിൻവലിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഉണ്ട്? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അശോക ഫ്ളാറ്റിൽ, ആ ഫ്ളാറ്റിൽ നിന്ന് ഈ തെളിവുകൾ അടങ്ങുന്ന ഒരു വാഹനം പുറത്തേക്ക് പോകും എന്ന് കരുതിയപ്പോൾ ആ വാഹനം തടഞ്ഞു. അവരവിടെ ആ വാഹനത്തിന്റെ കാറ്റോ മറ്റോ ഒഴിച്ചുവിട്ടു എന്നാ പറയുന്നത്. എന്നിട്ട് അവരെ വിളിച്ച്, ഇതിന്റെ ഭാരവാഹികളെ വിളിച്ച് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ് പോലും ഈ വക്കീൽ എന്ന് പറയുന്ന KPCCയുടെ കോൺഗ്രസിന്റെ നേതാവ്. അപ്പൊ ഇതെല്ലാം ഇതിൽ ഈ ഉന്നത നേതൃത്വത്തിന്റെ പങ്കും ധൈര്യവും പോലും കേസ് വാദിച്ചാൽ 40 ലക്ഷം കിട്ടുക കേസ് വാദിക്കലിന് മാത്രമുള്ള പ്രതിഫലമാണോ എന്നത് സംശയകരമാണ്. അത്ഭുതമാണ്. സുപ്രീം കോടതി വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇതിന്റെ കുറച്ച് പൈസ കൊടുത്തതിന്റെ കണക്കുകൾ വെച്ച് കേരളത്തിൽ ഉടനീളം ഈ പ്രതിപക്ഷ നേതാവും സംഘവും എന്തൊക്കെ വിളിച്ചോരിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ ഇത്രയധികം പണം വാങ്ങുന്ന ഒരു മിടുക്കിയായ വക്കീലുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകാതെ പോയി. അതാ എന്നിട്ടും ഇവർ ന്യായീകരിക്കാനുള്ള കാരണം. 40 ലക്ഷം രൂപയൊക്കെ വാങ്ങുമ്പോൾ, ഞാനാണ് വക്കീലെങ്കിൽ ഞാൻ വാങ്ങി വെക്കുമ്പോൾ ഇതിന്റെ ഒരു കാര്യവും ഇതിന്റെ ഒരു ഇടപാടുകളും അറിയാതിരിക്കില്ല. ഇതിനകത്ത് കൃത്യമായ ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ചെന്നെത്തുമ്പോൾ ഇത് കൂടുതൽ ഈ പറയുന്ന ആളുകളിലേക്കൊക്കെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ കുറ്റമറ്റ അന്വേഷണം നടക്കണം. ഇതിൽ പ്രതികളെ പിടിക്കണം. ഇതിൽ ഇരയാക്കപ്പെട്ട, അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. ഈ താഴെ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ, താഴെ ഈ കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം സമൂഹത്തിൽ അത്യാവശ്യം ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഈ പാവപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ ഈ സീഡ് സൊസൈറ്റിയുടെ ഒക്കെ ഭാഗമായി ഉപയോഗിച്ച് അവരെല്ലാം ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി നിർത്തി കബളിപ്പിച്ചതാണ് വളരെ കൃത്യമായി. അപ്പൊ ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം. ഈ പറയുന്ന ആളുകളെ എവിടേക്കാണ് പണം പോയതെന്ന് ചോദിച്ചാൽ ഒരു അക്കൗണ്ടിലേക്കാണ് പലതും പോകുന്നത്. ഈ സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഉറവിടം തേടിയുള്ള അന്വേഷണം നടക്കണം. വളരെ കാര്യപ്രാപ്തിയുള്ള അന്വേഷണത്തിൽ ഈ പ്രതികളെ പിടിക്കണം. ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. മേലിൽ ഇതുപോലെയുള്ള ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ ഈ ജനത്തിനും നമ്മുടെ നാടിനും ഒക്കെ ഇതിലൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകുന്ന തരത്തിൽ ഈ അന്വേഷണവും ഇതിന്റെ ഒരു ഫൈൻഡിങ്സും ഒക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ശരി, പ്രമീള, ഇപ്പോൾ ഈ പലയിടത്തും ഇയാൾ പറഞ്ഞതായി കേൾക്കുന്നു, ഇവിടെ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ
കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ്, അതായത് സർക്കാരിൻ്റെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പദ്ധതിയാണ് എന്ന രൂപത്തിൽ വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം പ്രമീളയ്ക്കുണ്ടോ? ഈ ലാലി വിൻസെന്റ് ഇയാളുടെ അഭിഭാഷക എന്നതിലപ്പുറമുള്ള ഇടപെടലുകൾ നടത്തിയതിന് തെളിവുകളുണ്ടോ? ലാലി വിൻസെന്റ് എന്ന് പറയുന്ന അഭിഭാഷിക എന്നോട് സംസാരിച്ചതിന്റെ ഓഡിയോ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് മാഡം. ഒരു പ്രാവശ്യമാണ് അവരോട് ഫോണിൽ സംസാരിച്ചത്. അതെന്റെ കയ്യിലുണ്ട്, കേസ് പിൻവലിപ്പിക്കണമെന്ന്. അതുപോലെ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു ചിന്ത നമ്മൾക്ക് വന്നിട്ടില്ല. നമ്മൾ പല പാർട്ടിയിൽപ്പെട്ടത് ഉണ്ടായത് കൊണ്ടാവാം. പിന്നെ പ്രമോട്ടർമാരോട് പറഞ്ഞു എന്നാണ് അവരിന്ന് പറഞ്ഞത്. ഇത് BJPയുടെ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അത് NGOകൾക്ക് CSR ഫണ്ടുകൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പറയണമല്ലോ. അതുപോലെ എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുള്ളത്, നമ്മളുടെ ഈ സീഡ് സൊസൈറ്റികളിൽ നമ്മൾക്ക് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കൊടുക്കുന്നതിന് മുൻപ് 500 രൂപ മുദ്രപത്രം വാങ്ങിച്ചിട്ട്, അല്ലെ 200 രൂപ മുദ്രപത്രം വാങ്ങിച്ചിട്ട് ഒന്നാം പാർട്ടി അനന്തു കൃഷ്ണനും രണ്ടാം കക്ഷിയായിട്ട് നമ്മുടെ ഉപഭോക്താക്കളുമായിട്ടൊരു ഇത് വെക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു വക്കീലിനെ കൊണ്ടുവന്നൊരു നോട്ടറി, അവര് ആ നോട്ടറി ഒരു ദിവസം 100 പേരെയാണ് അറ്റസ്റ്റേഷൻ നടത്തുന്നത്. നോട്ടറി അറ്റസ്റ്റേഷൻ. അഭിഭാഷകനും തട്ടിപ്പിൽ പങ്കുണ്ടല്ലേ? ഉണ്ട്. അതാരും പറയാത്തൊരു കാര്യമാണ്. ആ അഭിഭാഷകൻ ഒരാളോട് വാങ്ങിക്കുന്നത് 500 രൂപയാണ്. 100 എണ്ണം ഒരു ദിവസം ചെല്ലുമ്പോൾ 50,000 രൂപ അവർക്ക് കിട്ടുകയാണ്. അഭിഭാഷകനെതിരെ എന്താണ് പരാതി കൊടുക്കാഞ്ഞത്? അഭിഭാഷകനെതിരെ നമ്മൾ പരാതി കൊടുക്കാതിരുന്നത്, നമുക്ക് അങ്ങനെ അഭിഭാഷകൻ അങ്ങനെയൊന്നും കയറി വന്നില്ല മാഡം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറയുമ്പോഴാണ് ആ തട്ടിപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അഭിഭാഷകനെ ഇന്നലെ നേരിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് പോലെ തന്നെ ഞാനും ഇതിൽ പെട്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു, തിന്നാൽ ദഹിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദഹിക്കില്ല എന്ന് ഞാൻ നേരിട്ട് അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട്. ആ അഭിഭാഷകന്റെ പേരും ഫോൺ നമ്പറും എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാല് ഞങ്ങള് ഈ ആളുകളെ കൊണ്ട്, ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ട് 60,000-ഉം 56,000 രൂപ അടയ്ക്കുന്നതിന് പുറമെ അതാണ് നിങ്ങളിൽ നിന്ന് 500 രൂപ വീണ്ടും ഈടാക്കുന്നു, മുദ്രപത്രത്തിൽ ഒപ്പുവെപ്പിക്കുന്നു. അപ്പോൾ അല്ല, അഭിഭാഷകന്റെ പേര് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? വിനയരാജൻ എന്നാണ് അഭിഭാഷകന്റെ പേര്. വിനയരാജൻ MS എന്ന് പറയുന്ന ഒരു നോട്ടറിയാണ് അവിടെ വന്ന് ഇത് നോട്ടറി ചെയ്തത്. അത് ഞങ്ങളുടെ സീഡ് സൊസൈറ്റിയിൽ മാത്രമല്ല മാഡം, കേരളത്തിലെ മിക്ക സീഡ് സൊസൈറ്റികളിലും അദ്ദേഹമാണ്. ഇത് അനന്തകൃഷ്ണൻ ഒപ്പുവെക്കുന്നില്ല, അവിടെ വെച്ച് അനന്തകൃഷ്ണൻ ഒപ്പുവെക്കുന്നില്ല. ഈ വക്കീല് ഇത് മേടിച്ച് എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ വെച്ച് ഒപ്പിടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ ഒരു തെറ്റാണ്. അന്ന് ഞാൻ അതോടെ ചോദ്യം ചെയ്തപ്പോൾ എന്നെ അവിടുന്ന് ഞാൻ ഒന്നുമില്ലാത്ത രീതിയിൽ എന്നെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അന്ന് ഞാൻ ആ വക്കീലിനോട് പറഞ്ഞു, ഞാൻ ഒച്ചയെടുത്തത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി കൗൺസിലറെ, നിങ്ങൾ ഒച്ചയെടുത്തത് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ഇന്നലെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ 500 രൂപ വെച്ച് പാവങ്ങളോട് മേടിച്ചു തന്നതിന് നിങ്ങൾ അനുഭവിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, അനിലയ്ക്കും ഈ അനുഭവം ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്. 500 രൂപയാണ് എക്സ്ട്രാ പൈസ, വക്കീലിന്റെ ഫീസ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ ഇവര് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രമീള പറഞ്ഞ അതേ അഭിഭാഷകരാണോ? ഫീസ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ, അതെന്നെ അറിഞ്ഞൂടാ. ഒരു വക്കീലുണ്ടായിട്ടുണ്ട്. നമ്മളിത് കണ്ണൂർ ബ്ലോക്കിൻ്റെ അല്ലേ വരുന്നത്. ശരി, നമുക്ക് നോക്കാം അന്വേഷണം ഏത് രൂപത്തിൽ മുന്നേറുന്നു എന്ന്. ഇപ്പോൾ ലാലി വിൻസെന്റ് ചർച്ചയിൽ പങ്കെടുക്കാമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിലും അവരിപ്പോൾ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവർ ചർച്ചയിൽ പങ്കുചേരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. വളരെ നന്ദി. ഏതായാലും അനില, പ്രമീള, ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് ലാലി, വി വസീഫ്, ഒപ്പം തന്നെ കെ ആന്റണി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.